നീ വരുന്നത് വരെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഐ വിൽ നോട്ട് ലീവ് ഫ്രം ഹിയർ അൺടിൽ യു കം. നമുക്കിത് ഇങ്ങനെയും കൂടെ പറയാം. ഐ വിൽ നോട്ട് ലീവ് ഫ്രം ഹിയർ ടിൽ യു കം. ഇവിടെ വരെ എന്ന് വന്നപ്പം നമ്മൾ അൺടിൽ ആൻഡ് ടിൽ നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ എവിടെ വരെ എന്ന് വരികയാണെങ്കിലും അൺടിൽ അല്ലെങ്കിൽ ടിൽ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇങ്ങനെ പഠിച്ചു നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിളായില്ലേ? വേറെ എക്സാമ്പിൾ പറയാം. നീ കഴിച്ച് കഴിയുന്നത് വരെ ഞാൻ കാത്തു നിൽക്കും. ഐ വിൽ വെയിറ്റ് അൺടിൽ യു ഫിനിഷ് ഈറ്റിംഗ്. ഓൾസോ നമുക്ക് ഇങ്ങനെയും പറയാം. ഐ വിൽ വെയിറ്റ് ടിൽ യു ഫിനിഷ് ഈറ്റിംഗ്. ഇനി ഇതിലെ വേറൊരു ട്രിക്ക് പഠിച്ചാലോ? ഇപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, നീ കഴിച്ച് കഴിയുന്നത് വരെ ഞാൻ കാത്തു നിൽക്കാം. ഈ ഒരു എക്സാമ്പിളിൽ വരെ എന്നുള്ളത് സെൻറ്ററിൽ വെക്കാം. അൺടിൽ അല്ലെങ്കിൽ ടിൽ ആണ് അവിടെ വരിക. വരയ്ക്ക് ശേഷമുള്ളത് ആദ്യം കൊടുക്കുക. അതായത് ഞാൻ കാത്തു നിൽക്കാം. ഐ വിൽ വെയിറ്റ് അൺടിൽ യു ഫിനിഷ് ഈറ്റിംഗ്. അതായത് വരയ്ക്ക് മുമ്പുള്ളത് യു ഫിനിഷ് ഈറ്റിംഗ്, നീ കഴിച്ച് കഴിയുന്നത് വരെ. സോ ഐ വിൽ വെയിറ്റ് അൺടിൽ യു ഫിനിഷ് ഈറ്റിംഗ് ഓർ ഐ വിൽ വെയിറ്റ് ടിൽ യു ഫിനിഷ് ഈറ്റിംഗ്. കണ്ടില്ലേ? ഇങ്ങനെ പഠിച്ചപ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിളായില്ലേ? അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ പേഴ്സണൽ ട്രെയിനേഴ്സും നിങ്ങളെ നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോഴും പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇംഗ്ലീഷ് സിമ്പിളായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. English House. English at your fingertips.